മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് MET 201. ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്കിതിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. സിലബസ് നിങ്ങൾ KTU സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് സിലബസ്. ഇതിൻ്റെ പ്രിയാമ്പിൾ. The course helps the students to understand the concept of stress and strain in different types of structure or machine under various loading conditions. The course also covers simple and compound stresses due to forces, stresses and deflection in beams due to bending, torsion in circular section, strain energy, different theories of failure, stress in thin cylinder, thick cylinder and spheres due to external, internal pressure. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഓരോ ടൈമും നമ്മൾ ഓരോ മോഡ്യൂളായിട്ട് പഠിക്കും. സോ ഇതിൻ്റെ പ്രീ റിക്വസിറ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഒരു ബേസ് ഉണ്ടാവുന്നത് ഈ സബ്ജക്റ്റ് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് നന്നായിരിക്കും. സോ ദീസ് ആർ ദ കോഴ്സ് ഔട്ട്കംസ്. അതായത് ഓരോ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സ് ദ സ്റ്റുഡൻറ്റ് വിൽ ബി ഏബിൾ ടു ഫസ്റ്റ് ഡിറ്റർമിൻ ദ സ്ട്രെസ്സസ്, സ്ട്രെയിൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ബൈ ടെൻസോറിയൽ ആൻഡ് ഗ്രാഫിക്കൽ മോർ സർക്കിൾ അപ്രോച്ചസ്. സോ ഫസ്റ്റ് CO എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ സബ്ജക്ട്, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് യു ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്ന് നമുക്ക് നോക്കാം. ഓഫ് വേരിയസ് സ്ട്രക്ചേഴ്സ് അത് നമുക്ക് അനലറ്റിക്കലിയും ചെയ്യാം. അതായത് ബൈ യൂസിങ് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സിമിലർലി സെയിം തിങ് നമുക്ക് ഗ്രാഫിക്കലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് പിക്ചേഴ്സ്, മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ അപ്രോച്ച് വെച്ചിട്ടും സ്ട്രെസ് സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Then second is analyze the strength of materials using stress-strain relationships for structural and thermal loading. Then second objective എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽസിൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡിസൈനിലൊക്കെ ഒരുപാട് ആവശ്യം വരുന്നതാണ്. അതേമാതിരി അത് നോർമൽ ലോഡിങ് കണ്ടീഷനും ഉണ്ട്, തെർമൽ ലോഡിങ് കണ്ടീഷനും ഉണ്ട്. തെർമൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ, ഒരു സപ്പോസ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന എഫക്റ്റ്, സ്ട്രെസ് എന്താണ്, അതിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് തെർമൽ ലോഡിങ്ങിൽ വരുന്നത്. അല്ലെങ്കിൽ കൂൾ ചെയ്യുകയാണെങ്കിൽ എഫക്റ്റ് എന്തൊക്കെ വരും. അതാണ് സെക്കൻഡ് കോഴ്സ് ഔട്ട്കം. ദെൻ തേർഡ് കോഴ്സ് ഔട്ട്കം ഈസ് പെർഫോം ബേസിക് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് സബ്ജക്റ്റഡ് ടു ടോർഷണൽ ലോഡിംഗ് ആൻഡ് അനലൈസ് ബീം സബ്ജക്റ്റഡ് ടു ബെൻഡിങ് മൊമെൻറ്റ്സ്. സോ നെക്സ്റ്റ് തേർഡ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ഒബ്ജക്ട്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് മെമ്പറാണ്. അതിലുണ്ടാവുന്ന ട്വിസ്റ്റിംഗ് എഫക്റ്റ്, അതിനാണ് ടോർഷൻ എന്ന് പറയാം. ആ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെ എഫക്റ്റീവായിട്ട് ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റിനെ ഓവർകം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ്, ഡയമീറ്റർ എത്ര വരണം, അതിനകത്തെ ഡിസൈൻ പാരാമീറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്നതാണ് നമ്മൾ തേർഡ് നോക്കുന്നത്. അതേമാതിരി ബീംസ്, നിങ്ങൾ ബിൽഡിങ്ങിലൊക്കെ സ്ട്രക്ചറിലൊക്കെ ബീംസ് കണ്ടിട്ടുണ്ടാവും. ബീംസിൽ വരുന്ന ബെൻഡിങ്, ബീമിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ബെൻഡിങ്ങിനെ വെച്ചിട്ട് ബെൻഡിങ്ങിനെ ഓവർകം ചെയ്യുന്ന, റെസിസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ അതിൻ്റെ ഡയമെൻഷൻസ് എത്ര ഫിക്സ് ചെയ്യണം, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഇതൊക്കെ ഫിക്സ് ചെയ്യണം. അതാണ് തേർഡ് ബേസിക് ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ആൻഡ് ബീംസ്. ഷാഫ്റ്റിൽ ടോർഷണൽ ലോഡ്സ്, ബീംസിൽ ബെൻഡിങ് ലോഡ്സ്. ദെൻ ഫോർത്ത് ഔട്ട്കം ഈസ് CO4 is determine the deformation of structures subjected to various loading conditions using strain energy method. സ്ട്രക്ചറിൽ ഡീഫോർമേഷൻ ഉണ്ടാവും, ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഷേപ്പിന് ചേഞ്ച് ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് ഉണ്ട്. സ്ട്രെയിൻ എനർജി മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡീഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫോർത്ത് ഔട്ട്കം. ദെൻ ഫിഫ്ത്ത് വൺ, എസ്റ്റിമേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് തിൻ സിലിണ്ടേഴ്സ്, സ്പിറിക്കൽ വെസൽസ് ആൻഡ് കോളംസ് ആൻഡ് അപ്രീഷിയേറ്റ് ദ തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് ആൻഡ് ഇറ്റ്സ് റിലവൻസ് ഇൻ മെഷീൻ മെക്കാനിക്കൽ ഡിസൈൻ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിൻ സിലിണ്ടർ, സ്ഫെറിക്കൽ വെസൽ ആൻഡ് കോളംസ്. ഈ മൂന്ന് കാറ്റഗറീൻ്റെ സ്ട്രെങ്ത് കാൽക്കുലേഷനാണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ കാൽക്കുലേഷനാണ്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് ഇക്വേഷൻ, രണ്ട് മെത്തേഡ്, അനലറ്റിക്കൽ, ഗ്രാഫിക്കൽ. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് നോക്കും. ദെൻ ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് ആൻഡ് ഡിസൈൻ ഓഫ് ബീംസ്. ദെൻ deformation of structures using strain energy method. Finally, thick cylinder, thin cylinder, spherical vessel, columns. ഓക്കെ, ഇതാണ് കോഴ്സ് ഔട്ട്കം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ്. ഇത് അതിൻ്റെ ബ്ലൂംസ് ടാക്സോണമി ഒക്കെയാണ്, നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ടോട്ടൽ മാർക്ക് 150 മാർക്ക് ആയിരിക്കും ടോട്ടൽ
അതിൽ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഇൻറ്റേർണൽ എക്സാമിന് 50 മാർക്ക്, എക്സ്റ്റേണൽ എക്സാമിന് 100 മാർക്ക്, 3 അവറിൻ്റെ എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവും. അതിൻ്റെ സ്പ്ലിറ്റപ്പ് സിലബസ് നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ അത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അത് സിമിലർ സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഇസ് ദ syllabus. Module 1. Module 1 mainly focusing how to calculate stress and strain. Okay, what is stress, what is strain, what is principal stress, principal strain, അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അതാണ് മോഡ്യൂൾ 1 വരുന്നത്. സെക്കൻഡിൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ കണക്ട് ചെയ്തു, അതിലെ ബേസിക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, യങ്സ് മോഡുലസ്, ബൾക്ക് മോഡുലസ്, പോയിസോൺസ് റേഷ്യോ, മോഡുലസ് ഓഫ് റിജിഡിറ്റി, അങ്ങനെയൊക്കെ കുറച്ച് ടേംസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഡെഫിനേഷനും അതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മോഡ്യൂൾ 2-ൽ. ദെൻ മോഡ്യൂൾ 3 കറസ്പോണ്ടിങ് ടു ടോർഷൻ, ടോർഷണൽ ഡിഫോർമേഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്. ടോർഷൻ വരുമ്പോൾ, ട്വിസ്റ്റിംഗ് വരുമ്പോൾ, ഷാഫ്റ്റിന് ട്വിസ്റ്റിംഗ് വരുമ്പോൾ അതിലുണ്ടാകുന്ന എഫക്റ്റ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്, അതൊക്കെയാണ് മോഡ്യൂൾ 3-ൻ്റെ ഫസ്റ്റ് ഹാഫ് വരുന്നത്. ദെൻ there are two types of diagram, shear force diagram and bending moment diagram. In order to calculate the shear force and bending moment at various sections, we will represent them graphically. We will draw shear force diagram and bending moment diagram. Okay, അത് എങ്ങനെ വരയ്ക്കാം, how to draw shear force and bending moment diagrams, അതാണ് നെക്സ്റ്റ് ഹാഫ് വരുന്നത്. ഓക്കെ, ദെൻ ഡിഫ്ലക്ഷൻ, അതിന് ഡിഫ്ലക്ഷൻ ബീമിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും, ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യും. ആ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു മെക്കോളേസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, അത് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഒരു പാർട്ട്. ദെൻ സ്ട്രെയിൻ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് മോഡ്യൂൾ 4-ൻ്റെ സെക്കൻഡ് പാർട്ട്. ദെൻ മോഡ്യൂൾ 5 ഈസ് മെയിൻലി ഡീലിംഗ് വിത്ത് കോളംസ്, ബക്ലിംഗ് ഓഫ് കോളംസ്, പിന്നെ തിയറീസ് ഓഫ് ഫെയിലിയർ ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ കുറച്ച് ചെറിയ സിലിണ്ട്രിക്കൽ വെസലും സ്പെറിക്കൽ വെസലിൻ്റെ ഒരു ചെറിയ പോർഷനും കൂടിയുണ്ട്. ഇത്രയാണ് മോഡ്യൂൾ 5. ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞു പോയതാണ്, ബാക്കി നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് പോവാം, സിലബസ് ഒന്ന് നോക്കുക. ദെൻ ഹിബ്ലർ, ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആവശ്യമുള്ള 2 ടെക്സ്റ്റ് ബുക്കാണിത്. ഒന്ന് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് ബൈ R.C. ഹിബ്ലർ, ഇത് ഫോറിൻ ഓതർ ടെക്സ്റ്റാണ്, സിമ്പിൾ ടെക്സ്റ്റാണ്, നിങ്ങൾക്ക് ഓൺലൈനൊക്കെ ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ കോപ്പീസ് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ അഡ്വാൻസ് മെക്കാനിക്സ് ഓഫ് സോളിഡ് ബൈ L.S. ശ്രീനാഥ്. ഈ 2 ടെക്സ്റ്റാണ്. ഫസ്റ്റ് മോഡ്യൂളൊക്കെ മെയിൻലി L.S. ശ്രീനാഥ് കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം ഹിബ്ലറിൽ ഓൾമോസ്റ്റ് എല്ലാം കവേർഡാണ്. ദെൻ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് V.B. ഭണ്ഡാരി. ഈ ടെക്സ്റ്റിൻ്റെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ഫസ്റ്റ് 2 ടെക്സ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത്, ഒന്ന് R.C. ഹിബ്ലർ ആൻഡ് L.S. ശ്രീനാഥ്. ദെൻ കുറേ റെഫറൻസ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, സുരേന്ദ്ര സിംഗ്, പോപ്പോവ്, ബിയർ ആൻഡ് ജോൺസൺ, ദെൻ പേട്ടൽ, ദെൻ രത്തൻ, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇന്ത്യൻ ഓതേഴ്സിൻ്റെ വേറെയും ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബൈ ഭവിക്കട്ടി, ദെൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബൈ R.K. ബെൻസാൽ, ദെൻ രജപുത്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ബൈ രജപുത്. അങ്ങനെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ എന്നുള്ള ടൈറ്റിൽ വരുന്ന, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നുള്ള ടൈറ്റിൽ വരുന്ന ഏത് ടെക്സ്റ്റ് എടുത്താലും ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവേർഡാണ്. അതിൽ കുറച്ച് എക്സെപ്റ്റ് സ്ട്രെയിൻ എനർജീൻ്റെ കുറച്ച് പോർഷൻസ്, അതേമാതിരി ഫസ്റ്റ് മോഡ്യൂളിലെ കുറച്ച് പോർഷൻസ്, അതൊക്കെ മെയിനായിട്ട് ഈ L.S. ശ്രീനാഥ് എന്നുള്ള ടെക്സ്റ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഏത് ടെക്സ്റ്റ് ആയാലും R.K. ബെൻസാലോ ഭവിക്കട്ടിയോ രജപുത്ത്, അങ്ങനെ ഏത് ടെക്സ്റ്റ് ആയാലും ഓക്കെയാണ്. ദെൻ ഈ ഹിബ്ലർ ടെക്സ്റ്റും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും ഈ സബ്ജക്റ്റിൻ്റെ. ഹിബ്ലർ ഇത് വളരെ സിമ്പിൾ ഒരു ടെക്സ്റ്റാണ്, R.C. ഹിബ്ലർ. എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു സോഫ്റ്റ് കോപ്പി എങ്കിലും ഡൗൺലോഡ് ചെയ്ത് വെക്കുക R.C. ഹിബ്ലർ ടെക്സ്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് മോഡ്യൂളിലെ ജസ്റ്റ് 1-2 ടോപ്പിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നത് അനാലിസിസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. സബ്ജക്റ്റ് കോഡ് നോക്കുക, മെക്കാനിക്സ് ഓഫ് സോളിഡ് MET 201. ഓക്കെ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ദെൻ വാട്ട് ഈസ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിൽ എന്താണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചപ്പം
നമ്മൾ പറഞ്ഞു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ബിഹേവിയർ ഓഫ് ഒബ്ജക്ട്സ് അണ്ടർ വേരിയസ് ലോഡിംഗ് കണ്ടീഷൻസ് അല്ലേ. ഒരു ഒബ്ജക്റ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചിനെയാണ് മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത്. ഇവിടെയും അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് ദർ ഈസ് ഓൺലി വൺ ഡിഫറൻസ്. ഇൻ മെക്കാനിക്സ് വി അസ്യൂം ദാറ്റ് ഓൾ ദ ബോഡീസ് വി കൺസിഡർ ആർ റിജിഡ്. നമ്മൾ മെക്കാനിക്സിൽ റിജിഡ് ബോഡി എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ എല്ലാ പ്രോബ്ലം ചെയ്തത്. ഒബ്ജക്ട്സ് ആർ റിജിഡ് ഇൻ നാച്ചർ അല്ലേ. ബട്ട് ഹിയർ ആ ഒരു അസംഷൻ നമ്മൾ എടുത്തു കളയാണ്. ഇൻ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ റിജിഡ് ഒബ്ജക്റ്റ് അല്ല കൺസിഡർ ചെയ്യുന്നത്. വി ആർ കൺസിഡറിങ് ഡീഫോമബിൾ ഇൻസ്റ്റെഡ് ഓഫ് റിജിഡ് ഒബ്ജക്ട്സ്. വി ആർ കൺസിഡറിങ് ഡീഫോമബിൾ ബോഡീസ്. ഓക്കെ, അതാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സും മെക്കാനിക്സ് ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇൻ മെക്കാനിക്സ് we assume that all the objects we are considering is rigid in nature, but in mechanics of materials we are assuming there will be some deformation. Deformation എന്ന് പറഞ്ഞാൽ there is some shape change. ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് മെറ്റീരിയലിൻ്റെ ഷേപ്പിന് മാറ്റം വരും. ഓക്കെ, സോ അങ്ങനെ ഡീഫോം ചെയ്യുമ്പം ആ മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി കുറേ എഫക്റ്റ് വരും. ഇൻറ്റേർണലി അതിന് റെസിസ്റ്റൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആ റെസിസ്റ്റൻസും അതിൻ്റെ ഡീഫോമേഷനും ഇതിനെപ്പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത്. മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ ഈസ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് which deals with internal effects and deformations that are caused by the applied loads. അതാണ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ ഈസ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻറ്റേർണൽ ഇഫക്ട്സ് ആൻഡ് ദ ഡീഫോമേഷൻസ്. ബോഡീൻ്റെ ഇൻറ്റേർണൽ എഫക്റ്റും ഡീഫോമേഷനും ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നു. ലോഡ് അണ്ടർ ദ വേരിയസ് അപ്ലിക്കേഷൻ ഓഫ് ലോഡ്സ്. ഒരു ഒബ്ജക്റ്റിൽ കുറേ ലോഡ് ആക്ട് ചെയ്യുമ്പം അതിനുണ്ടാവുന്ന ഇൻറ്റേർണൽ എഫക്റ്റിനെ പറ്റി പഠിക്കുന്ന, ഇൻറ്റേർണൽ എഫക്റ്റും ആ ബോഡിക്ക് ഉണ്ടാവുന്ന ഷേപ്പ് ചേഞ്ചിനെയും പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇതിനെ വേറെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയും, സോളിഡ് മെക്കാനിക്സ് എന്ന് പറയും. അങ്ങനെ കുറേ പേരുണ്ട്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയും. ഇതെല്ലാം സെയിം ആണ്. ഓക്കെ, നൗ ഈ ഇൻറ്റേർണൽ ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ് ദ ടേം കറസ്പോണ്ടിങ് ടു ഇൻറ്റേർണൽ റിലേഷൻ. അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഒരു ബോഡീൻ്റെ ഇൻറ്റേർണൽ ഇഫക്റ്റുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഇതാണ് സ്ട്രെസ്. അതിൻ്റെ മെഷർ, ഒരു ബോഡിക്ക് ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ്, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ അതാണ് ഈ സബ്ജക്റ്റിൽ വരുന്ന ഒരു പോർഷൻ. Stress is associated with the strength of the material from which the body is made. ഓക്കെ, ആ ഇൻറ്റേർണൽ എഫക്റ്റ് റെസിസ്റ്റൻസ് ആ ബോഡീൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബോഡിക്ക് ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ബോഡി ക്യാൻ withstand high amount of loads or the strength of that body will be very high. Okay, so അതാണ് ഒന്ന് പഠിക്കുന്നത് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ. നമ്മുടെ സ്ട്രെസ് കാൽക്കുലേഷൻ, അതിൻ്റെ ഇൻറ്റേർണൽ എഫക്റ്റ്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്ര ഉണ്ട്, ആ ബോഡിക്ക് സ്ട്രെങ്ത് ഉണ്ടോ, എക്സ്റ്റേണൽ ലോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഡീഫോമേഷൻ, ഇവിടെ പറഞ്ഞ ഈ ഡീഫോമേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ. സ്ട്രെയിൻ ഈസ് എ മെഷർ ഓഫ് ദ ഡീഫോമേഷൻസ് ഓഫ് ദ ബോഡി. ആ ഡീഫോമേഷനെ ഒന്ന് ക്വാണ്ടിറ്റി ആക്കാൻ വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. സോ ഇൻ സിംപ്ലി മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് മീൻസ് the calculation, the subject means the branch of mechanics which deals with the calculation of stress and strain that are caused by different types of applied loads. അങ്ങനെയാണ് നമുക്ക് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ മീൻസ് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ഡീൽസ് വിത്ത് the calculation of stress and strain under various loading conditions. Or stress means the internal effect അല്ലെങ്കിൽ internal resistance ആയിട്ട് റിലേറ്റഡ് ടേം ആണ്. strain means deformation. സോ ഇതാണ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. നൗ ഇത് എന്തിനാണ് പഠിക്കുന്നത്? ഈ സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ഇത് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ദിസ് സബ്ജക്ട് ഈസ് എ വൈറ്റൽ ഇമ്പോർട്ടൻസ്
ഫോർ ദ ഡിസൈൻ ഓഫ് എനി മെഷീൻ ഓർ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ലെങ്ത് എത്ര വേണം, അതിൻ്റെ ഡയമീറ്റർ എത്ര വേണം, അല്ലെങ്കിൽ അതിൻ്റെ വിഡ്ത്ത്, ഷേപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ അതിൻ്റെ സ്ട്രെസ്സ് ഡിഫോർമേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ ലാസ്റ്റ് പോയിന്റും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. എ മെഷീൻ പാർട്ട് ഓർ സ്ട്രക്ചർ മസ്റ്റ് ബി സ്ട്രോങ് ഇനഫ് ടു ക്യാരി ദ അപ്ലൈഡ് ലോഡ് വിത്തൗട്ട് ബ്രേക്കിംഗ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ ഡിഫോർമേഷൻ മസ്റ്റ് നോട്ട് ബി എക്സസീവ്. ഇപ്പോൾ നമ്മൾ ഒരു സാധനം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മളെ എയിം എന്ന് പറഞ്ഞാൽ അത് മാക്സിമം ലോഡിന് ബ്രേക്ക് ആവാതെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് മാക്സിമം ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, പൊട്ടിപ്പോവാതെ ആ മാക്സിമം ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അറ്റ് ദ സെയിം ടൈം അതിന് ഷേപ്പ് ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. സോ നമ്മൾ എയിം ഡിഫോർമേഷൻ മിനിമം ആക്കണം. ഈ വാല്യൂ ഡിഫോർമേഷൻ എന്നുള്ളത് മിനിമം ആക്കിയിട്ട് കീപ്പ് ചെയ്യണം. ഡിഫോർമേഷൻ ഷുഡ് ബി മിനിമം. നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡിഫോർമേഷൻ മിനിമം ആവണം. അതേസമയം അതിന് ഹൈ സ്ട്രെങ്ത്തും ഉണ്ടാവണം, അതിന് ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം, സ്ട്രെങ്ത്ത് ഹൈ ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും, അപ്പോൾ സ്ട്രെങ്ത്തും ഡിഫോർമേഷനും കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഡയമെൻഷൻസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ മെഷീൻ ഡിസൈനിലൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം, ഒരു കാൽക്കുലേഷൻ വരുന്നതിന് മെഷീൻ ഡിസൈനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ സ്ട്രെസ്സ് സ്ട്രെയിനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായി. ദെൻ അതിൻ്റെ പർപ്പസ്, ഇറ്റ്സ് മെയിൻലി യൂസ്ഡ് ഫോർ ഡിസൈനിങ് ഓഫ് എനി മെഷീൻ ഓർ സ്ട്രക്ചർ. ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന, ഇപ്പം നമുക്ക് ഈ സബ്ജക്റ്റിൽ വരുന്ന മെയിനായിട്ട് വരുന്ന 2 ടൈപ്പ് ഫോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ലോഡിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സ്റ്റേണലി വരുന്ന ലോഡിംഗ് അല്ലെങ്കിൽ ഫോഴ്സ് 2 ടൈപ്പാണുള്ളത്. In general, an arbitrary object or body will be subjected to 2 types of forces. First one, body forces. Second one, surface forces. ഇപ്പോൾ സർഫസ് ഫോഴ്സ് നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ പറയാൻ പറ്റും. സർഫസ് ഫോഴ്സ് മീൻസ് ദാറ്റ് ലോഡ് ഈസ് ആൾവേസ് ആക്ടിങ് ഓൺ ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ബോഡി. ഓക്കെ, എക്സ്റ്റേണൽ ബൗണ്ടറീൻ്റെ പുറത്തായിരിക്കും ആക്ട് ചെയ്യുന്നത്. ബട്ട് ബോഡി ഫോഴ്സ് മീൻസ് ഒരു ഒബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഒരു ഈച്ച് വോളിയം, അതിനെ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഓരോ വോളിയം എടുത്താലും ആ ഓരോ വോളിയത്തിലും ആക്ട് ചെയ്യുന്ന ഇതിനെയാണ് ബോഡി ഫോഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ആക്ട് ഓൺ ഈച്ച് വോളിയം എലമെൻറ്റ് ഓഫ് ദ ബോഡി. ഇതിന് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കൊരു ഒബ്ജക്റ്റിൻ്റെ പുറത്ത് വരുന്നതല്ല. ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണലി അതിൻ്റെ ടോട്ടൽ വെയിറ്റ്, അതിനാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സിമിലർലി മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇനേഷ്യ ഫോഴ്സ്, ഇതൊക്കെ ഒരു പോയിന്റിലല്ല, അത് ഈച്ച് ആൻഡ് എവരി വോളിയം. ആ ഒബ്ജക്റ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് സ്മോൾ വോളിയം ആക്കിയാൽ ഓരോ വോളിയം എലമെൻറ്റിലും ഇത്രയും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉള്ള കേസ് ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകും. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളെങ്കിൽ അതിൽ ഈച്ച് ആൻഡ് എവരി വോളിയം, ഓരോ വോളിയം പാർട്ടിക്കിളിലും ഇത്രയും ഫോഴ്സസ് ആക്ട് ചെയ്യും. അങ്ങനത്തെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബോഡി ഫോഴ്സസ്. ഓക്കെ, so body force means which act on each volume element of the body. For example, gravitational force, electrostatic force, magnetic force, etc. Then surface force ഞാൻ ഓൾറെഡി പറഞ്ഞു. എക്സ്റ്റേണൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് സർഫസ് ഫോഴ്സ് എന്ന് പറയുന്നത്. വിച്ച് ആക്ട് ഓൺ ദ സർഫസ് ഓർ ഏരിയ എലമെൻറ്റ്സ് ഓഫ് ദ ബോഡി. ആ ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നമ്മൾ എക്സ്റ്റേണൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് സർഫസ് ഫോഴ്സ് എന്ന് പറയുന്നത്. Forces acting on actual boundaries are called surface tractions. Example, pressure, friction, support reaction, stress, etc. നമ്മൾ മെക്കാനിക്സിലൊക്കെ ഓൾറെഡി കുറേ ഫോഴ്സസ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തതാണ്. അതിലൊക്കെ മെയിനായിട്ട് വരുന്നത് സർഫസ് ഫോഴ്സസ് ആണ്. പ്ലസ് വെയിറ്റ്, നമ്മൾ വെയിറ്റ് ബോഡി ഫോഴ്സ് ആയിട്ട് വെയിറ്റും നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ ഇതാണ് സർഫസ് ഫോഴ്സും ബോഡി ഫോഴ്സും. ഇതൊന്നും അറിഞ്ഞിരിക്കുക, നമുക്ക് ആവശ്യം വരും. ദെൻ ആസ് യൂഷ്വൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത സ്റ്റാറ്റിക്സിൽ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്ത ഇക്വേഷൻസ് ഫസ്റ്റ് വി വിൽ അസ്യൂം ദാറ്റ് ദ ടോട്ടൽ ഒബ്ജക്റ്റ് ഈസ് ഇൻ ഇക്ലിബ്രിയം. സ്റ്റാറ്റിക്സ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഇക്ലിബ്രിയം ആയിട്ട് അസ്യൂം ചെയ്യും. ഇക്ലിബ്രിയം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ സം ഓഫ് ഓൾ ദ ഫോഴ്സസ് വിൽ ബി 0. അതേമാതിരി സം ഓഫ് മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എനി
കൺവീനിയൻറ്റ് പോയിന്റ് വിൽ ബി 0. ഇവിടെയും മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലും ഈ രണ്ട് കേസസ് നമുക്ക് ആവശ്യമാണ്. ഇവിടെയും നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ബോഡീൻ്റെ ഇൻറ്റേർണൽ സ്ട്രെസ് ഒക്കെ ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്മെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത്. സോ ബാലൻസിങ് ഓഫ് ഫോഴ്സസ് to prevent the body from translating or having accelerated motion along straight or curved motion. So total force, summation of all the force should be 0 if the object is in equilibrium. Then balancing of movement. സ്പീഡ് പറഞ്ഞു പോകുന്നത് നമുക്ക് അറിയുന്നതായതുകൊണ്ടാണ്. Now മെത്തേഡ് ഓഫ് സെക്ഷൻസ്. നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിലെ ഒരു റിയൽ ടോപ്പിക്കിലേക്ക് പോവാം. മെത്തേഡ് ഓഫ് സെക്ഷൻസ്, ഇതിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. സോ മെത്തേഡ് ഓഫ് സെക്ഷൻ മീൻസ്, ഐ സപ്പോസ് ഇൻ മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, വി വിൽ കാൽക്കുലേറ്റ് ഇൻറ്റേർണൽ ഇഫക്ട്സ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യണം. ആ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രെസ് എന്നുള്ള ടേം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. So in order to calculate the internal resistance of a body at a particular point, we will use method of sections. ഇങ്ങനെ ഒരു ബോഡീൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് in order to calculate internal resistance. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. സപ്പോസ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ്, ഫസ്റ്റ് ഫിഗർ നോക്കുക, ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഫിഗറിൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ട് വിചാരിച്ചോ, പി എന്നുള്ളൊരു പോയിന്റ് എന്തെങ്കിലും ഉണ്ട്. ആ പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആ പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു കട്ട് സെക്ഷൻ എടുക്കും. സോ ഇതാണ് നമ്മളെ കട്ട് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആർബിട്രറി ആയിട്ട് ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. ഒബ്ജക്റ്റിൻ്റെ ഷേപ്പൊന്നും നമ്മൾ നോക്കുന്നില്ല, ഒരു ആർബിട്രറി ഷേപ്പ് ബോഡി. അതിൽ കുറേ ടൈപ്പ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. F1, F2, F3, F4 ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ ലോഡ്സ്. ജനറലായിട്ട് ഏത് ടൈപ്പും ആയിക്കോട്ടെ, ബോഡി ഫോഴ്സോ സപ്പോർട്ട് റിയാക്ഷനോ എന്ത് വേണേ ആവാം, ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനെ 4 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദ ഇഫക്റ്റ് ഓഫ് ദീസ് 4 ഫോഴ്സസ് ദർ വിൽ ബി സം ഇൻറ്റേർണൽ resistance. So we are going to calculate the internal resistance at a particular section. ഈ ഒരു ഏരിയയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു കട്ട് സെക്ഷൻ എടുത്തു. നമ്മൾ ഈ ഒബ്ജക്റ്റിനെ 2 പാർട്ടാക്കി കൺവേർട്ട് ചെയ്തു, 2 പാർട്ടാക്കി മാറ്റി. ഓക്കെ, സോ ഇതാണ് ബോട്ടം പാർട്ട്. സിമിലർലി ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് പാർട്ടും ഉണ്ടാവും, ഈ പാർട്ടും ഉണ്ടാവും, ഇതേ പാർട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഏത് പാർട്ട് എടുത്താലും സെയിം ആൻസർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ബോട്ടം പാർട്ട് ഇപ്പം കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. ഫോർ ദ ടൈം ബീയിങ് ഐ ആം കൺസിഡറിങ് ദ ബോട്ടം പാർട്ട് ഓഫ് ദ ഒബ്ജക്റ്റ്. സോ ഇവിടെ ഈ F1, F2 എന്നുള്ള 2 ഫോഴ്സ് ഉണ്ട്. ഈ 2 ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഈ ബോഡീൻ്റെ ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ടോട്ടൽ ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിലാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ടോട്ടൽ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇഫ് ദ ടോട്ടൽ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദെൻ ഈച്ച് പാർട്ട് വിൽ ഓൾസോ ബി ഇൻ ഇക്വിലിബ്രിയം. സോ ഈ ഒരു പാർട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും, അതിൻ്റെ ടോപ്പ് പാർട്ട് ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ ഇവിടെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് F1, F2 എന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ വാല്യൂ, ഡയമെൻഷൻ, ആംഗിൾ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ആർബിട്രലി കുറച്ച് ഫോഴ്സസ് മാർക്ക് ചെയ്തു. ഇത് ടുവേർഡ്സ് ദ ഒബ്ജക്റ്റ് ആണോ, എവേ ഫ്രം ദ ഒബ്ജക്റ്റ് ആണോ, ഏത് ആംഗിളിലാണോ എന്ന് നമുക്കറിയില്ല. വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ വിൽ ബി സം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ടോട്ടൽ ഒബ്ജക്റ്റിനെ ഇക്വിലിബ്രിയം ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒബ്ജക്റ്റ്, ഈ പാർട്ട് ഇതിലേക്ക് ഒരു കുറച്ച് ഫോഴ്സസ് കൊടുക്കും. ആ ഫോഴ്സാണ് ഇത്. ആ ഫോഴ്സിൻ്റെ അതേ മാഗ്നിറ്റ്യൂഡിലായിരിക്കും ഇത്. സോ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം ടോട്ടൽ ബോഡി ഇക്വിലിബ്രിയത്തിലാക്കും. ഈ ഒരു ബോഡി ഇതിലേക്കൊരു ഫോഴ്സ് കൊടുക്കും, സിമിലർലി ടോപ്പ് ബോഡി ബോട്ടത്തിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. രണ്ടും കൂടി ബാലൻസ് ചെയ്ത് ടോട്ടൽ ഇക്വിലിബ്രിയത്തിലാവും. സോ ദിസ് ഫോഴ്സ് റെപ്രസെൻറ്റ്സ് ദ ഫോഴ്സ് ഡെവലപ്ഡ് in order to balance the external forces F1 and F2. ഇതിനെയാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നൗ യൂസിങ് the equilibrium conditions, നമുക്ക് equilibrium basic sigma f is equal to 0, sigma
എം ഈസ് ഈക്വൽ ടു 0 പോലുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ ദിസ് എഫ് ആർ റെപ്രസെൻറ്റ്സ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ്. ഈ ഫോഴ്സിൻ്റെ ഈ ഇൻറ്റേർണൽ ഇവിടെ ഡെവലപ്പ് ചെയ്ത ഈ ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ഫോഴ്സാണ് എഫ് ആർ എന്ന് പറഞ്ഞാൽ. അതേപോലെ ഈ ബോഡിക്ക് ഈ ഫോഴ്സിനെ കൊണ്ട് റൊട്ടേറ്റിംഗ് എഫക്റ്റും ഉണ്ടാവും. അതിനെയാണ് നമ്മളിവിടെ ഈ എം ആർ ഒ എന്നുള്ള ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തത്. എം ആർ ഒ റെപ്രസെൻറ്റ്സ് ദ മൂവ്മെൻറ്റ്. ഇതാണ് അതിൻ്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റ്. ഡയറക്ഷനൊക്കെ നമുക്ക് ആർബിട്രറി ആയിട്ട് അസ്യൂം ചെയ്താണ്, ഒരു ഡയറക്ഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. അതിനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ആരോ മാർക്ക് കൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. റൊട്ടേറ്റിംഗ് എഫക്റ്റിനെ, ടേണിംഗ് എഫക്റ്റിനെ നമ്മൾ ഇങ്ങനെ എം ആർ ഒ മൊമെൻ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്തു. എഫ് ആർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റിസൾട്ടൻറ്റ് ഫോഴ്സ്, എം ആർ മീൻസ് ദ ടോട്ടൽ റൊട്ടേറ്റിംഗ് മൊമെൻറ്റ്. ഇങ്ങനെ ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും അതേമാതിരി ടേണിംഗ് എഫക്റ്റ് മൊമെൻറ്റും കണ്ടുപിടിക്കുന്ന മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് സെക്ഷൻ മീൻസ് നമുക്ക് എവിടെയാണോ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു കട്ട് സെക്ഷൻ എടുക്കുക, ബോഡീനെ 2 പാർട്ടാക്കുക. ദെൻ ഇൻ ഓർഡർ ടു ബാലൻസ് ദ എക്സ്റ്റേണൽ ലോഡ്സ് ദർ വിൽ ബി സം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇവിടെ ഞാൻ ആർബിട്രറി അസ്യൂം ചെയ്തു. ആക്ച്വൽ പ്രോബ്ലം കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ റിയൽ ഡയറക്ഷനും ആംഗിളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ കുറേ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ദെൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സസ്. ഓക്കെ, അതാണ് തേർഡ് ഫിഗറിൽ വന്നിട്ടുള്ളത്. ഇതിനെയാണ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ നോക്കുക. ഈ സ്ലൈഡിൽ ഇപ്പം പറഞ്ഞ സ്റ്റെപ്പ്, ഇപ്പം പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ വായിച്ചിട്ട് സമയം കളയുന്നില്ല. ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനം ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ നോട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് മെത്തേഡ് ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഈ തേർഡ് ഫിഗർ, ഇവിടെ നമുക്ക് കിട്ടിയ തേർഡ് ഫിഗറിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് ഇതാണ് നമ്മളെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള സാധനം. ഇനീഷ്യലി ഇതാണ് സാധനം, ഇനീഷ്യലി ഈ ഫിഗർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ നമുക്ക് ഈ ഒരു പോയിന്റിലെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തു, അതിനെ ഇങ്ങനെയാക്കി മാറ്റി. അപ്പോൾ ഇതാണുള്ളത്. ഇനി ഈ ഫോഴ്സിനെ, ഈ എഫ് ആർ എന്നുള്ള ഫോഴ്സിനെ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, നമുക്ക് പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് components of FR along x direction, y direction, z direction etc. നമുക്ക് ഇതിനെ x ആക്സിസിലും y ആക്സിസ് z ആക്സിസിലും സ്പ്ലിറ്റ് ചെയ്യാം. അതേമാതിരി നോർമൽ ഡയറക്ഷനിലും ടാൻജൻഷ്യൽ ഡയറക്ഷനിലും സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ കൺവീനിയൻസ് അതിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ആ സ്പ്ലിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനും അത് ആക്ട് ചെയ്യുന്ന പ്ലെയിനൊക്കെ അനുസരിച്ച് നമുക്ക് ഇതിന് ഡിഫറെൻറ്റ് പേര് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. നോർമൽ ഫോഴ്സ്, ഷിയർ ഫോഴ്സ്, ടോർഷൻ, ബെൻഡിങ് മൊമെൻറ്റ് എക്സെട്ര. അപ്പോൾ ഈ ഫിഗർ നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനം. ഓക്കെ, ഇതിനെ ഞാൻ ഈ ഫോഴ്സ് എഫ് ആറിനെ ഫസ്റ്റ് ഞാൻ ഈ ഫോഴ്സ് എഫ് ആറിനെ 2 പാർട്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ഈ ഏരിയയ്ക്ക് നോർമൽ, ഈ ഏരിയയ്ക്ക് നോർമലായിട്ട് ഒരു ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് കണ്ടുപിടിച്ചു. അതേമാതിരി ഈ പ്ലെയിനിന് പാരലായിട്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സോ ഈ എഫ് ആർ അതിനെ നോർമൽ ഡയറക്ഷനിൽ ഈ ഏരിയയ്ക്ക് നോർമലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിനെയാണ് എൻ എന്ന് പറയുക. ഇറ്റ് ഈസ് നോൺ ആസ് നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് മീൻസ് നമ്മളിവിടെ എടുത്ത ഈ ഏരിയയ്ക്ക് നോർമലായിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദെൻ ഈ ഫോഴ്സിന് പാരലായിട്ട്, ഈ ഫോഴ്സ് കൂടെ അലോങ് ദ ഏരിയ, ഈ ഫോഴ്സിന് പാരലായിട്ടും ഒരു കോമ്പണൻറ്റ് കണ്ടുപിടിച്ചു. അതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുക. ഓക്കെ, ഒരു ഏരിയയ്ക്ക് പാരലായിട്ട് അല്ലെങ്കിൽ ഏരിയയിൽ കൂടെ പാസ് ചെയ്യുന്ന വിധത്തിൽ ഒരു ഫോഴ്സിനെ നമ്മൾ കോമ്പണൻറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് കോമ്പണൻറ്റ് ഈസ് നോൺ ആസ് ഷിയർ ഫോഴ്സ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഫോഴ്സ് ഉണ്ട്, നോർമൽ ഫോഴ്സ്. നോർമൽ ഫോഴ്സ് മീൻസ് ദിസ് ഫോഴ്സ് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ അല്ലെങ്കിൽ നോർമൽ ടു ദ ഏരിയ. സോ ദിസ് ഫോഴ്സ് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ഏരിയ. ഇറ്റ് ഈസ് ഡെവലപ്ഡ് whenever the external loads tends to push or pull the 2 segments of the body. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ എടുത്തത്, പുറത്തേക്ക് പുഷ് ചെയ്യാണ്. അതേമാതിരി നമുക്ക് വേണമെങ്കിൽ പുള്ള് ചെയ്യുന്ന മാതിരി ഈ ഡയറക്ഷനിലും ചിലപ്പോൾ വരാറുണ്ട്. ഓക്കെ, 2 കേസും വരാറുണ്ട്. ഈ 2 ഡയറക്ഷനിലാണ് നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ആക്ച്വലി നോർമൽ ഫോഴ്സ് മീൻസ് ഇറ്റ് വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. അതാണ് നോർമൽ ഫോഴ്സ്.
Then shear force. Shear force means the shear force lies in the plane of the area. ആ ഏരിയയിൽ തന്നെ ലൈ ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഫോഴ്സ് ഉള്ളതെങ്കിൽ അങ്ങനത്തെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് shear force. It is developed when the external loads tends to cause the two segments of the body to slide over one another. ഒന്നിൻ്റെ മേൽ മറ്റേത് സ്ലൈഡ് ചെയ്യുന്ന പോകത്തിൽ. അപ്പം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മറ്റേ ഒബ്ജക്റ്റും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് ഈ ഒബ്ജക്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ സ്ലൈഡ് ചെയ്തു. അങ്ങനത്തെ ഫോഴ്സിനെയാണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്ക് ഇപ്പോൾ ഫോഴ്സിൻ്റെ രണ്ട് കോമ്പണൻ്റ് ആണ് കണ്ടുപിടിച്ചത്, രണ്ട് പാർട്ടാക്കി ഡിവൈഡ് ചെയ്താണ് കണ്ടുപിടിച്ചത്. സിമിലർലി നമുക്ക് മൊമെൻറ്റിന് നമ്മളെ കയ്യിലൊരു റിസൾട്ടൻ മൊമെൻ്റ് ഉണ്ട്, റിസൾട്ടൻ റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. അതിനെയും നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ടോർഷണൽ മൊമെൻറ്റ് ഓർ ടോർക്ക് ടി. This effect is developed when the external loads tends to twist one segment of the body with respect to the other about an axis perpendicular to the area. അതായത് ഇപ്പം ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റിനെ ഇതാണ് ഇതിൻ്റെ ആക്സിസ്, ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന ആ മൊമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ടോർഷണൽ മൊമെൻറ്റ്. ഈ ഒബ്ജക്റ്റ് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് അതിന് റൊട്ടേഷനാണ് വരുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേഷൻ വരികയാണെങ്കിൽ ആ റൊട്ടേറ്റിംഗ് എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ടോർഷണൽ മൊമെൻറ്റ്. ഇനി അതിന് പകരം ഈ ഒബ്ജക്റ്റിനെ ബെൻഡ് ചെയ്യുന്ന വിധത്തിലാണ്, ഇതിനെ നമുക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും ബെൻഡിങ് മാതിരിയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് എഫക്റ്റ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബെൻഡിങ് മൊമെൻറ്റ്. സോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റിസൾട്ടൻ്റ്. ഇതിനെ റിസൾട്ടൻ്റ് മൊമെൻറ്റ് അതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആക്കാം, ടോർഷണൽ മൊമെൻറ്റ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ടോർഷണൽ മൊമെൻറ്റ് മീൻസ് ഈ ആക്സിസിൽ ഈ ഒരു ആക്സിസിനെ ഒബ്ജക്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ടോർഷണൽ മൊമെൻറ്റ് എന്ന് പറയുക. മറ്റേത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുക. അടുത്തൊരു ഫിഗറും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ പറഞ്ഞ ഇപ്പം ഡിസ്കസ് ചെയ്ത എല്ലാ സാധനവും ഇതിലുണ്ട്. ഇതാണ് ഇനീഷ്യൽ ഷേപ്പ് ഓഫ് ദ ബോഡി. ബോഡിക്ക് ഡീഫോർമേഷനൊന്നുമില്ല, ഷേപ്പ് ചേഞ്ചൊന്നുമില്ല. ഇതാണ്, ഇങ്ങനെയാണ് ഉള്ളത്. ദെൻ നോർമൽ ഫോഴ്സ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചു ഈ ഏരിയയ്ക്ക് നോർമലാണ്, അതുകൊണ്ട് അപ്പം ഇതിൻ്റെ ലെങ്ത്ത് കൂടും. ഇത് പുള്ളിങ് ഫോഴ്സാണ്. ഓക്കെ, സോ ഇവിടെ ഇലോങ്ങേഷനാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനീഷ്യലി ഇത്ര ലെങ്ത്ത് ഉണ്ടായിരുന്നത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയ മാതിരിയാണ് ഇവിടെ വരിക. ഓക്കെ, ഇതാണ് നോർമൽ ഫോഴ്സ്. ദിസ് ഫോഴ്സ് പി റെപ്രസെൻറ്റ്സ് നോർമൽ ഫോഴ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നോർമൽ ഫോഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ, ഇതേപോലത്തെ ഡയറക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടെൻസൈൽ ഫോഴ്സ്. പുറത്തേക്കാണെങ്കിൽ ടെൻസൈൽ, ഇൻ ടുവേർഡ്സ് ബോഡീനെ കംപ്രസ് ചെയ്യുന്ന മാതിരി ഉള്ളിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയും. ദെൻ സെക്കൻഡ് ടൈപ്പ് വി, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഈ ഏരിയയിൽ കൂടെ കിടക്കുന്ന വരെ ദിസ് ഫോഴ്സ് ഈസ് ലൈസ് ഓൺ ദാറ്റ് ഏരിയ. ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന മാതിരിയുള്ള എഫക്റ്റാണ് വരുന്നതെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുക. ഓക്കെ, ഷിയർ ഫോഴ്സ്, നോർമൽ ഫോഴ്സ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഫോഴ്സിൻ്റെ രണ്ട് കാറ്റഗറി, ഫോഴ്സിനെ നമുക്ക് രണ്ട് ടൈപ്പാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും, നോർമൽ ഫോഴ്സ് ആൻഡ് ഷിയർ ഫോഴ്സ്. ദെൻ തേർഡ് വൺ ട്വിസ്റ്റിംഗ്. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ആക്സിസ് മാർക്ക് ചെയ്ത് വെച്ചു, ഇതാണ് ആക്സിസ്. ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ഇതിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റിംഗ് ആക്ഷൻ മൂവ്മെൻറ്റ്, ഇങ്ങനെയാണ് അതിൻ്റെ റൊട്ടേറ്റിംഗ് എഫക്റ്റ് വരുന്നതെങ്കിൽ അതിനെയാണ് ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷൻ എന്ന് പറയുക. ഓക്കെ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദിസ് ആക്സിസ്. ഈ ഒബ്ജക്റ്റിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു റൊട്ടേഷൻ എഫക്റ്റ് വരികയാണെങ്കിൽ ദാറ്റ് റൊട്ടേറ്റിംഗ് ടെൻഡൻസി ഈസ് നോൺ ആസ് ടോർഷൻ. ഇനി ചില കേസിൽ റൊട്ടേറ്റിംഗ് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ബെൻഡ് ചെയ്യുന്ന മാതിരിയായിരിക്കും. ഇങ്ങനെ ബെൻഡിങ് മാതിരിയാണ് റൊട്ടേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ടേണിംഗ് എഫക്റ്റ് വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബെൻഡിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈപ്സ് ആണ് മെയിനായിട്ട് നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ വരുന്നത്. ഒന്ന് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് വരും, ഇലോങ്ങേഷൻ ബാർ കംപ്രഷൻ വരും, ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ്. Okay, if it is away from the object, ingana pulling force aanengil there will be elongation. If it is a pushing force or a compression force, there will be compression. That normal force nu parayunnu. Then if the force is like this, it's sliding, ഇതിനെയാണ് shear force nu parayunnu. ഇനി rotating effect രണ്ട് ടൈപ്പ് ഉണ്ട്, ടോർഷണൽ,
ടോർഷൻ ഉണ്ട്. ടോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിൽ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേഷൻ വരികയാണെങ്കിൽ അതിനെ ടോർഷൻ എന്ന് പറയും. ഇങ്ങനെ ഒരു പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുന്ന മാതിരിയാണെങ്കിൽ അതിനെ വളയ്ക്കുന്ന മാതിരിയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ബെൻഡിങ്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഈ ഓരോ കാറ്റഗറിയിലും വരുമ്പം അതിൽ ഡെവലപ്പ് ചെയ്യും. ഇലോങ്ങേഷൻ വരുമ്പം അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സ് സ്ട്രെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഷിയർ വരുമ്പോൾ സ്ട്രെസ്സ് സ്ട്രെയിൻ എന്തൊക്കെ വരും. ടോർഷൻ വരുമ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ബെൻഡിങ് വരുമ്പം അതിലുണ്ടാകുന്ന സ്ട്രെസ്സസ് എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ഈ 5 മോഡ്യൂളായിട്ട് പഠിക്കാനുള്ളത് മെയിനായിട്ട്. ഫസ്റ്റ് 4 മോഡ്യൂൾസ് മെയിനായിട്ട് ഇതാണ്. ലാസ്റ്റ് മോഡ്യൂളിൽ കുറച്ച് തിൻ സിലിണ്ടർ കേസിൻ്റെ അനാലിസിസ് ആണ്. ഓക്കെ, സോ ഇതാണ് ഇത്രയും ഈ ടോപ്പിക്ക് വെച്ചിട്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് ക്ലാസ് പാർട്ട് 1. നെക്സ്റ്റ് ക്ലാസ് തൊട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ പോകാം. പാർട്ട് 2 ഒക്കെ എടുത്തിട്ട് പോകാം. ഓക്കെ.